കൈ കൊടുക്കില്ല, ഞങ്ങൾ എറിഞ്ഞുടയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എത്ര മനോഹരമായൊരു ബാറ്റിങ്ങും കാഴ്ചകൊണ്ട് അടിപൊളിയായിട്ടുള്ള ഇന്നലത്തെ ഇന്ത്യൻ കളി തകർത്ത് തരിപ്പടമാക്കി അല്ലേ. പാകിസ്ഥാനെതിരെ ഒരു മറുപടിയായിട്ടാണ് ഇന്ത്യ അത്രമാത്രം പൊരുതിയത്. എന്നാ രസമായിരുന്നു ഇന്നലത്തെ പരിപാടി കാണാൻ തന്നെ. ഭയങ്കര കാഴ്ചയ്ക്ക് അതിമനോഹരമായിരുന്നു. കണ്ടിങ്ങനെ ഇരിക്കും. 2-3 ഔട്ടൊക്കെ അറ്റിപ്പിച്ച് വന്നപ്പോഴത്തേക്കും തന്നെ ഞെട്ടി തിരിഞ്ഞു പോയി. സ്വന്തം ശൈലിയുള്ള പന്തേറിലൂടെ ഇന്ത്യ വളഞ്ഞിറക്കി ജനപ്രീതിയ ബുംറയും നിരീയുടെ നട്ടലടിച്ചതോടെ 2020 ലോകകപ്പ് ചരിത്രത്തിൽ പാകിസ്ഥാൻ കൈ കൊടുക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നെങ്കിൽ പോലും പാകിസ്ഥാൻ ഒത്തിരി ഫൈറ്റ് നോക്കി, പല നമ്പറും അടിച്ചു നോക്കി. പക്ഷേ ജയിക്കാൻ ഒരു കാരണവശാലും സാധിച്ചില്ല. പല നമ്പറുകളും ബോളിങ്ങിലായാലും പിച്ചിലായാലും ഒത്തിരി തന്ത്രങ്ങളൊക്കെ മെനച്ചെടുക്കി. പക്ഷേ ഒന്നും ഇന്ത്യൻ ബൗൺസർമാരുടെ ഇന്ത്യൻ പ്ലെയേഴ്സിന് മുമ്പിൽ ഒന്നും നടക്കില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. കാലം എത്ര കടന്നു പോയാലും പാകിസ്ഥാൻ ഇന്ത്യയുടെ മുമ്പിൽ ഒന്നുമല്ല എന്ന് ഈ ഒരു റൺസിൽ നമുക്ക് മനസ്സിലാകുന്നു. ആകെയുള്ളത് 20 ഓവർ. അതിൽ 175 റൺസ് നേടി. മറുപടി ബാറ്റിങ്ങിന് പാകിസ്ഥാൻ 18 ഓവറിൽ 114 റൺസിന് പുറത്തായി. എത്ര ദയനീയമായിട്ടുള്ളൊരു പുറത്താകലാണ്. ഭയങ്കര സ്പേസ്മാരുടെ കൃത്യമാർന്ന പന്തുകൾ ഏൽക്കാനുള്ള ഇതൊന്നും ത്രാണിയൊന്നും പാകിസ്ഥാനില്ലാണ്ടായിപ്പോയി. പാകിസ്ഥാൻ സ്പേസ്മാരും കുറേ കിണഞ്ഞ് പരിശ്രമിച്ചു. പക്ഷേ എല്ലാം ഇങ്ങനെ തട്ടിത്തെറിച്ചു പോയി. എന്നാലും നല്ല അടിപൊളി കളിയായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും കുറേ നാൾ കൂടിയിട്ട് ഉള്ളൊരിതാണ്. ഈ ഇടയ്ക്കത്തെ ഒത്തിരി വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പാകിസ്ഥാൻ ഇന്ത്യയോടുള്ള ഒരു സമീപനം വളരെ മോശമായിട്ടുള്ള സമീപനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അതിൽ നിന്ന് അതും കളിക്കളത്തിലേക്ക് എടുത്തു എന്നുള്ളതാണ്. വളരെ വൃത്തികെട്ട ഒരു രീതി പാകിസ്ഥാൻ കളിക്കളത്തിലെടുത്തു. പക്ഷേ ഇന്ത്യ നിലം തൊടാതെ അവരെ പാറിച്ച് കളഞ്ഞിരിക്കുകയാണ്. അതിമനോഹരമായിരുന്നു. ഞാൻ എന്നിട്ടുള്ള കുറേ നേരം കളി കണ്ടു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ബുംറയുടെയൊക്കെ കളി കാണുന്നതാണ് ഭയങ്കര. ബുംറയാണ് ഇന്നലെ എനിക്കും തോന്നിയത് ബുംറയാണ് ഏറ്റവും നന്നായിട്ട് കളിച്ചത്. ആ സശ്രദ്ധമായുള്ള ഇതും കളിയും ബുംറയുടെ ഭയങ്കര ഇതായിരുന്നു. ഒരു മനോഹരമായ ഒരു ഇന്നിങ്സ് ആയിരുന്നു ബുംറ കാഴ്ചവെച്ചത്. ബുംറ സൈമിൻ്റെ 6 LBB കുരുക്കി കേട്ടോ. LBB കുരുക്കി. അതേ അവർ ക്യാപ്റ്റൻ സൽമാൻ ആഗയും പുറത്തായി. ബുംറ പാകിസ്ഥാനെ നട്ടിലടിച്ചെന്ന് തന്നെ വേണം പറയാം. നല്ലൊരു കളിയായിരുന്നു ബുംറ കളിച്ചത്. 4 റൺസ് മാത്രം ക്യാപ്റ്റൻ സമ്പാദിച്ചു. പിന്നെ അങ്ങ് ബാബർ അസ്മിൻ്റെ ഒരു പ്രകടനമായിരുന്നു. 5 കൂടി പുറത്താക്കി അക്ഷർ പട്ടേൽ ആദ്യത്ത് ഉറപ്പിച്ചു. ഭയങ്കരമായിട്ടൊരു പ്രകടനമായിരുന്നു ഇന്നലത്തെ. ഇത് പറയുമ്പോൾ ഒരു രോമാഞ്ചം കൊണ്ടിങ്ങനെ പറഞ്ഞു വന്ന അത്ര മനോഹരമായൊരു ഇന്നിങ്സ് ആയിരുന്നു ഇന്നലത്തത്. പാകിസ്ഥാന് വീണ്ടും നമ്മൾ അടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്രിക്കറ്റിൽ അടിമഴ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു ഇതുമായിട്ട് നമ്മൾ സ്പോർട്സിൻ്റെ ന്യൂസുമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.